കേരളത്തിൽ മാത്രമല്ല കോവളം ബീച്ചുള്ളത്, തമിഴ്നാട്ടിലെ ചെന്നൈയിലും കോവളം ബീച്ചുണ്ട്. ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. വഴിയില്ലേ വേളി? മുന്നോട്ട് വഴിയില്ല. മുന്നോട്ട് നല്ല റോഡ് കിടപ്പുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് കോവളത്തോട്ട് പോകുന്ന റോഡ് പോലെ ഇവിടത്തെയും കോവളം റൂട്ട് നല്ല റൂട്ട്. കണ്ടൽക്കാടുകളാണ്. കണ്ടൽക്കാടുകളാണ്. കടലിന്റെ അടുത്ത് കണ്ടൽക്കാട് കാണും. ചെസ് കളിക്കുന്നു റോഡില്. എലി വരുന്ന എലി പെറ്റ് ഷോപ്പൊക്കെ. നല്ല കളറിലുണ്ടാക്കി വെച്ചേക്ക് നോക്കി. ഞണ്ട് മീന് മുളക് വരട്ടി വെച്ചേക്ക. ഇത്ര മീൻ കടകളാ. മുറിഞ്ഞു വരും പറ്റില്ല. കിഴങ്ങ്, കടല, ജാമുൻ, എന്തൊക്കെ സാധനങ്ങൾ. കക്കാണ്. ഓ ഇവിടെ മീനാട്ടോ. മീൻ മീൻ വന്നിട്ടില്ല. പഴയതൊക്കെ ഉള്ളു. ഇപ്പൊ ഇരിക്കുന്ന ഉണക്കമീനാ. പച്ച വന്നില്ല. ഉണക്കമീനാണ്. വെള്ളം എടുത്ത് ചാടിക്കളല്ലേ ചെറുക്കനെ പിടിച്ചോ. വാവ് വെള്ളം. പശുക്കള് ബീച്ചിലും വന്ന് കിടക്കുന്നു. ഇത് റോഡിൽ നിന്ന് അധികം നടക്കണ്ടാത്ത ബീച്ച്, അതുകൊണ്ട് പശുക്കളൊക്കെ ഇങ്ങ് വന്ന്. ഇത് റോക്ക് ബീച്ചാണോ? റോക്ക് ബീച്ച്. പാറകളുണ്ട്. എടാ നിക്കടാ. ആദ്യമായിട്ടൊന്നും ആണല്ലോ നീ ബീച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് റെഡ് കൊടി കുത്തി വെക്കുന്നുണ്ടോ? ഇതിനപ്പുറം പോരുന്നതായിരിക്കും. നോക്ക്, ആൾക്കാർ പാറയുടെ മുകളിലൊക്കെ തെന്നും. പാറയിലൊക്കെ കയറില് തെന്നി കിടക്കുമായിരിക്കും. പിടിച്ചു ലീസ. ഭയങ്കര നമുക്ക് നമ്മളങ്ങ് ഇറങ്ങി പോകാമല്ലോ. ഈ പാറയുടെ അടിയപ്പോ എന്തോ ഒരു ഉറപ്പിലായിരിക്കുവേ. പാറ ഒഴുകി പോവാതെന്താ? വേണ്ട മോനെ, നനച്ചില്ലേ? അത്യാവശ്യം നനച്ചില്ലയോ? മതി, അത്യാവശ്യം നനച്ച്. ഒന്നും കൂടെ വരുമോ? ഇവിടെ നിന്നാ മതി. വരും. അവിടെ നിന്ന് അടിച്ചിട്ട് ഇങ്ങോട്ടാ വരുന്ന. ഇവിടെ നിന്നാ മതി.
പുറകെ കൂടെ വരും, പുറകെ കൂടെ വരും, പുറകെ കൂടെ വരും. പോക്ക് നോക്കിയത് മാറിക്കോ മാറിക്കോ. ആ നല്ല രസമൊക്കെ മോളെ, അഴുക്കാവും. പ്ലീസ് അങ്ങനെ തുള്ളരുത്, തിര വരുമ്പോ ഉറച്ച് ചവിട്ടി ഉറച്ചിരിക്കണം. ചവിട്ട് ഉറപ്പിച്ച് നിക്കണം തിര വരുമ്പോ, അല്ലാതെ. എനിക്ക് പേടിയാവും, നിങ്ങോട്ട് വാ നീ. ഓടിക്കോടാ. ഡ്രസ്സൊന്നുമില്ല, മൊത്തത്തിൽ നനഞ്ഞു. ഞാൻ വണ്ടി കയറ്റത്തില്ല നിന്നെ. നമ്മൾ സ്കേറ്റ് ചെയ്യുവല്ല, സ്കേറ്റ് ചെയ്യുവാണ്. അറുപതിക്കോവേ അവനെ പിടിച്ചോ ചെറുക്കൻ, അവൻ സ്കേറ്റ് ചെയ്യുവാ. എടാ 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 മതിയടാ. അയ്യോ, വെയിലില്ലാത്തോണ്ട് കൊള്ളാം, ഇല്ലേ ഇപ്പൊ ചൊറിഞ്ഞു ഉപ്പാടും. പിടിച്ചോ പിടിച്ചോ, നോക്ക് പിള്ളേരെ മറിയുന്നു. വിടരുത് വിടരുത്. അവനെ എടുത്ത് പൊക്കിയപ്പോ ഒരു വിഷമം, അവളെയൊക്കെ പൊങ്ങാൻ പറ്റുന്നില്ലെന്ന്. നമ്മൾ പിടിച്ചേക്കുന്ന മണ്ണിന് ഉറപ്പില്ല, മണലല്ലേ. പോവല്ലേ പോവല്ലേ എന്ന് പറയുന്നത്. റീൽസ് ഉണ്ടോ ഇവിടെ? എന്തുവാ അവിടെ നിന്ന് തുള്ളിയാ മതി, നടന്നു തുള്ളണ്ട. എന്തൊരു സന്തോഷം ഇച്ചിരി വെള്ളം കണ്ടപ്പോ. അതങ്ങനാ, ഇരിക്കാൻ പറ്റത്തില്ല, പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. മൊത്തം തന്നെ ഈ പാറയിലിരുന്നാ. ആരും നനഞ്ഞില്ല. ഈ ചെറുക്കനെ പിടിച്ചോ? ഇല്ലേ ഇല്ലേ. എടാ എടാ, എനിക്ക് പോയി. ഇവ എന്തോ രണ്ട് ഈ തോളെ പിടിച്ചോണ്ട് നിൽക്കുന്നേ. ചെരുപ്പ് ചെരുപ്പ് ചെരുപ്പ്. ചെരുപ്പ് കടലിൽ പോയി തപ്പേണ്ടി.
ആൾക്കാർ ദേഹത്ത് തെറിക്കും. ഇത് സ്നോക്കിംഗ് അല്ല, മഞ്ഞ് വാരി എറിയ, മണല് വാരി എറിയല്ലേ മോനെ, അകത്തുള്ള ദേഹത്തൊക്കെ തെറിക്കും. മതി ലാസ്റ്റ് കഴിഞ്ഞ് വന്ന് മതി ആ ബാ വണ്ടി മൊത്തം അഴുക്കാവും. നോക്കിക്കോ ഇവരെ ഈ കുറ്റിയിലോട്ട് കെട്ടിയിട്ടിട്ട് പാമ്പക്ക് സമയം പോയേക്കളെ, നമുക്ക് ക്ലാസ് ഉണ്ട്. കടപ്പുറത്ത് പശുക്കളെ ആദ്യമായിട്ടല്ലേ കാണുന്നേ? ബീച്ചിൽ പശുക്കളെ കണ്ടിട്ടോ, അതിനകത്ത് മീനുണ്ട് തോന്നുന്നു. നമുക്ക് മീൻ കണ്ടിട്ട് മൊത്തം അഴുക്കാട്ടോ. ആ ചെരുപ്പിടാൻ പറഞ്ഞേ. ചീച്ചി ബീച്ചാ, വൃത്തിയുള്ള ബീച്ചല്ല. ഓക്കെ, ഇത് മീനുണ്ടോ അതിനകത്ത്? സൂക്ഷിവാ. ഈ പശുക്കളെ കൊണ്ട് തോറ്റ്. കുറ്റിയുണ്ടേ വള്ളത്തിൽ മീൻ കൊണ്ട് പിടയ്ക്കുന്ന മീനെ കണ്ടു. പിടിച്ചുടനെ ഫ്രീസർ ചെയ്തു. ഫിഷ് ഓരോ വള്ളം വരുമ്പോഴും ആൾക്കാര് എല്ലാവരും അങ്ങോട്ട് ഓടും. അതിൽ വല്ലതും ഉണ്ടോ, അതിൽ വല്ലതും ഉണ്ടോ എന്നറിയേ. നമുക്ക് ഇതിൽ വല്ലതും ഉണ്ടോ നോക്കാം. ഈ പശുക്കളെ കണ്ടിട്ട് പേടിയാവും. അരിയൊക്കെ ഇപ്പൊ പിടിച്ച മീനാ. വെയിറ്റ് മീൻ വാരി എറിയുന്നുണ്ടോ? അതുകൊണ്ട് അടുത്ത ബോട്ട് വരുന്നു. അടുത്ത ബോട്ട് ഈ പശുക്കളെ ഈ ബീച്ച് പശുക്കള് കിടക്കുന്നത് ആദ്യമായിട്ട് വൃത്തിയിട്ട ബീച്ചാ. ഒക്കെ ഫുള്ള് കച്ചറ അഴുക്കും വേസ്റ്റ്. ഉണക്കമീൻ ഇത് ഉണങ്ങായിട്ടേക്കുമായിരിക്കും. ഇതായിരിക്കും മാറിക്കൊണ്ട് ഉണക്കമീനെന്ന് പറഞ്ഞ് ചിലപ്പോ അവര് ഉണങ്ങായിട്ടേക്കുമായിരിക്കും. മീന് ആണ്ട് ഈ കിടക്കുന്ന ചെറിയ മീനാ. ചിലപ്പോ ഇതൊക്കെ വാരിക്കൊണ്ട് വന്നിട്ട് ഉണക്കമീനെന്ന് പറഞ്ഞ് വിൽക്കും. ആ പന്നലായിരിക്കും. കള എടുക്കത്. ഇത് വലയിന്ന് മീനെടുക്കുക. കുരുങ്ങി കിടക്കുന്നത് ഇത് പിടിച്ചതാ. ആ അത് അതിനകത്ത് മീനുണ്ട് കണ്ടോ. കണ്ടോ? ഒരെണ്ണമെങ്കിലും കണ്ടോടാ നീ? കണ്ടില്ല. അതോ അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടോ? മീനുണ്ടോ? ഉണ്ടോ? ഇപ്പം ആ ചേട്ടൻ എടുക്കും. ഇപ്പം നോക്കിക്കോണേ. ഞണ്ട് 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 ആണ്. ഞണ്ടത് ഇതാണോ അല്ലേ? ആ അതെന്ത് മീനാ? പല്ലി മീൻ. അതെന്ത് മീനാവാ? തൊടല്ലേക്കളെ. അതെന്ത് മീനാണ്? അതെന്ത് മീനാ? അറിയൂല. ചുണ്ട് നോക്കി. ചുണ്ട് വലിയ ചുണ്ട്. കഴിക്കാത്ത മീനാണ്. കഴിക്കാത്ത
ചീങ്കണ്ണി ചീങ്കണ്ണിക്ക് മീനിലുണ്ടായിരുന്നു. അങ്ങനെ കോവളം ബീച്ചിൽ നിന്നും നമ്മൾ യാത്രയാവുകയാണ്. ഇനിയാണ് എല്ലാവർക്കും പ്രശ്നം, ചൊറിച്ചില്. ഇനി ഇരിക്കാൻ പറ്റുന്നില്ല. ഇതുവരെ കളിച്ചപ്പോ ഇതൊന്നും അറിഞ്ഞില്ല. ഇനി കണ്ണോളം ഓരോരുത്തരുടെ പുകില്. ഇരിക്കാൻ പറ്റുന്നില്ല, നിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല.